ഇവരെ എല്ലാം അറസ്റ്റ് ചെയ്യണം. അതാ വേണ്ടത്. ഇവരെ ഒന്നും വെറുതെ വിട്ടുകൂടാ. കാരണം ആ അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണീരിനുണ്ടല്ലോ, അതിനൊരു വില വേണം നമ്മുടെ മലയാളികളുടെ ഇടയിൽ. 325 വരും, 326 വരും, അതേപോലെ തന്നെ 307 കൊലപാതക ശ്രമം, അഥവാ ഇത് വന്നില്ലെങ്കിൽ അത് ഉറപ്പല്ലേ. കാരണം ഇൻറ്റേർണൽ ഓർഗൻസിന് ഇഞ്ചുറി പറ്റിയാൽ നോർമലി ഒരാൾ ജീവിച്ചിരിക്കത്തില്ല, അത് മരണകാരണമാകും ആ മുറിവ്. അതിന് കൂടാതെ കഴുത്ത് കെട്ടിത്തൂക്കി. ഇത് കെട്ടിത്തൂക്കിയവന്മാരെയൊക്കെ ഇത് ഒന്നും വെറുതെ വിടാൻ പാടില്ല. ഇത് യഥാർത്ഥത്തിൽ ഈ ഈ കുഞ്ഞിനെ മൃതപ്രായനായിട്ട് ആക്കിയതിന് ശേഷം കെട്ടിത്തൂക്കിയതാണ്. ഇത് വെറും ആത്മഹത്യാ പ്രേരണയൊന്നുമല്ല, അതിനപ്പുറത്തോട്ട് കൊലപാതക ശ്രമവും കൊലപാതകവും ഇതിനകത്തുണ്ട്. അതിൻ്റെ കൾപ്രിറ്റ്സിനെ അതിൻ്റെ കുറ്റക്കാരാരാണെന്ന് കണ്ടാൽ അവരെ പിടിച്ച് കർശനമായ ശിക്ഷയ്ക്ക് വിധേയരാക്കണം. അതിന് കൂട്ടു നിൽക്കുന്ന അധ്യാപകരെ ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഇവർ ഈ ജോലിക്ക് കൊള്ളാവുന്നവരാണ്, ഇവനെയെല്ലാം വീട്ടിൽ പറഞ്ഞയക്കണം. അവരൊന്നും ഇതിന് യോഗ്യരല്ല. അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്തറിയോ, ഇതുപോലെ ഇത്രയും കഴുത്തുമൊക്കെ മുറുക്കി ഇത് ദേഹം മുഴുവനിട്ട് ചവിട്ടി നാശമാക്കി റെഡിയായി മൃതപ്രായനായി യഥാർത്ഥത്തിൽ ഡെത്ത് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ മരണം ആണെന്നുള്ള ഉറപ്പായിട്ട് ചെയ്ത പണി, ഒരു കോമ ആയിരിക്കാം, സ്റ്റേറ്റ് ഓഫ് കോമ, ആ സമയത്ത് എടുത്ത് കെട്ടിത്തൂക്കിക്കഴിഞ്ഞാൽ ശ്വാസതടസ്സം അത് ഉണ്ടായിട്ട് ആ തൂങ്ങിമരണത്തിൻ്റെ ലക്ഷണങ്ങളിലതി കാണും. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ മരണം മൂടിവെക്കാൻ, അതായത് ഈ കൊലപാതകം മൂടിവെക്കാൻ അവിടെ ശ്രമിച്ചേക്കുന്ന അവിടുത്തെ അധ്യാപകരും അതുപോലെ കോളേജിലെ ഉദ്യോഗസ്ഥരും ഒക്കെ ഉണ്ട്. അവരും എല്ലാം ഇതിൽ പ്രതികളാണ്. പാർട്ടിസിപ്പിസ് ക്രിമിനൽസ് എന്ന് നമ്മൾ പറയാം. ആ രീതിയിൽ അവരിത് പ്രതികളാണ്. അവർക്കിതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാൻ പറ്റുന്നതല്ല. അവിടുത്തെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ, അയാളൊക്കെ ഇത് മനസ്സിലാക്കിയ ആളാണ്. ഇത് മനസ്സിലാക്കിയതിന് ശേഷം ഈ സംഭവം വെളിയിൽ ഇറക്കാതെ അത് മൂടി വെക്കുന്നു. വെറും റാഗിങ് ആയിട്ട് ഇതിനെ മാറ്റുന്നു. അത് റാഗിങ് പോലും റിപ്പോർട്ട് ചെയ്യുന്നില്ല. മാത്രമല്ല, യവന്മാരവിടെ ബാക്കിയുള്ള വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുകയാണ്. ഇത് കണ്ടവരെ ഇവനെ പരസ്യ വിചാരണയൊക്കെ നടത്തി ഇവനായിട്ട്. കാരണം എന്താണെന്നറിയോ, ഇവനെ അങ്ങനെ ആളാവുന്നുള്ളതാണ് അവൻ്റെ പ്രശ്നം. മിടുക്കനായ ഒരു വിദ്യാർത്ഥി, നല്ല കഴിവുള്ള ഒരുത്തൻ, ഒരു വലിയ കലാകാരൻ, നല്ലൊരു ഫോട്ടോഗ്രാഫർ. ഇതിപ്പോൾ അവന് കിട്ടുന്ന ഒരു അപ്രീസിയേഷൻ ഇവന്മാർക്ക് സഹിക്കാൻ പറ്റും. അതിന് കൂട്ടു നിൽക്കുന്ന അധ്യാപകരെ ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഇവർ ഈ ജോലിക്ക് കൊള്ളാവുന്നവരാണ്, ഇവനെയെല്ലാം വീട്ടിൽ പറഞ്ഞയക്കണം. അവരൊന്നും ഇതിന് യോഗ്യരല്ല. ആ ഒരു വിദ്യാലയത്തിൽ, ഒരു കലാലയത്തിൽ പഠിപ്പിക്കാനുള്ള യോഗ്യതയില്ലാത്തവരാണ് അവരൊക്കെ. എന്നിട്ട് ഇത് അതുപോലെ പഠിക്കാൻ ഇവന്മാർ ഇപ്പോൾ അനുഭവിക്കാൻ പോകേണ്ട ആണല്ലോ. ഈ 6 എണ്ണത്തിനെ ആദ്യം ഇതിപ്പോൾ പിടിച്ചത് എങ്ങനെയാണ്? ആദ്യം അവിടെ അന്വേഷണമൊക്കെ നടത്തി, അനങ്ങത്തില്ല. ഇവൻ മരിച്ചതിന് ശേഷം ഒരു അന്വേഷണമല്ല, വേറെ ആത്മഹത്യ, തീർന്നു. അൺനാച്ചുറൽ ഡെത്ത് എന്ന് 174 CRPC അനുസരിച്ച് അൺനാച്ചുറൽ ഡെത്ത്, അത് മാത്രമായിട്ട് അങ്ങ് മാറ്റി. എന്നാൽ ഇത് അവൻ്റെ ശരീരത്തുള്ള പാടുകൾ ഇൻക്വസ്റ്റ് നടത്തുമ്പോൾ ഇത് അൺനാച്ചുറൽ ഡെത്ത് അല്ല എന്ന് മനസ്സിലാക്കാനുള്ള ബോധം ഉള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരില്ലായിരുന്നല്ലോ. അവസാനം അവിടുത്തെ DYSP ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഏറ്റെടുത്തപ്പോഴാണ് ഈ പ്രതികൾ അറസ്റ്റിലാവുന്നത്. അതുവരെ ഈ പ്രതികളെ സംരക്ഷിച്ചത് ആരാ? പോലീസുകാരനല്ലേ. കാരണം എന്താ? വലിയ ഏമാൻ്റെ അനിയന്മാരാണ്. അപ്പോൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അവർക്ക് ബാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ അവരുടെ ജോലി തെറിക്കും. അതാണ് കാര്യം. അപ്പോൾ അവരെ സംരക്ഷിച്ച് കൊണ്ടുപോയി അവന്മാർക്ക് ഒളിവിൽ പോകാനുള്ള അവസരം കൊടുത്തു എന്നുള്ളതാണ്. SFIയുടെയൊക്കെ നേതാക്കളാണ് അവിടെ ഉള്ളത്. അവർക്ക് ഒളിവിൽ പോകാനുള്ള അവസരം കൊടുത്തു. പിന്നെ ഈ അടിക്കുകയും ചെയ്തേക്കുന്ന ആ കൂട്ടത്തിൽപ്പെട്ട 6 എണ്ണത്തിനെ അറസ്റ്റ് ആദ്യം രേഖപ്പെടുത്തി. ഇന്നിപ്പോൾ അറിയുന്നു, അത് വിശ്വാസയോഗ്യമായ അറിവായിട്ടില്ല, വാർത്ത വരുന്നു, പാലക്കാട് വെച്ച് ഇതിലെ മുഖ്യപ്രതി അറസ്റ്റിലായെന്ന്. അത് മതിയോ? ബാക്കിയുള്ളവന്മാർ വേണ്ടേ? എല്ലാവരും വേണമല്ലോ. അവിടെ ഇത് അറിഞ്ഞേക്കുന്നവന്മാർ, റാഗിങ് മൂടി വെച്ച് വെക്കുന്നവർ, അവർ ക്രിമിനൽ ഒഫൻസ് കമ്മിറ്റ് ചെയ്തല്ലേ. അവിടുത്തെ ഡീനും അതുപോലുള്ള മറ്റ് അവിടുത്തെ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ള ആളുകൾ, അവരെല്ലാം, ആ അധ്യാപകരെ, അറിയാവുന്ന അധ്യാപകർ, ഇവരെല്ലാം അല്ലേ, ഇവരെല്ലാം അറസ്റ്റ് ചെയ്യണം. അതാ വേണ്ടത്. ഇവരെ ഒന്നും വെറുതെ വിട്ടുകൂടാ. കാരണം ആ അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണീരിനുണ്ടല്ലോ, അതിനൊരു വില വേണം നമ്മുടെ മലയാളികളുടെ ഇടയിൽ. ഇവനെയൊന്നും റോഡിൽ ഇറങ്ങാൻ സമ്മതിക്കരുത്, നിരത്തിൽ ഇറങ്ങാൻ സമ്മതിക്കരുത്. അതാ വേണ്ടത്. അപ്പോൾ ഇത് അവസാനം ഇത് KSUവിൻ്റെ ആഭിമുഖ്യത്തിൽ അവരും യൂത്ത് കോൺഗ്രസ്സുകാരും ഒക്കെ കൂടെ അത് അവിടെ ഒരു പ്രക്ഷോഭം ഉണ്ടാക്കിയപ്പോഴാണ് DYSP അന്വേഷണം ഏറ്റെടുത്ത് അവസാനം ഇതിലേക്ക് നോക്കിയത്. ഈ റാഗിങ് അതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതിനെ റാഗിങ് എന്നൊന്നും പറയാൻ ഒക്കത്തില്ല, ഇത് കൊലപാതകമാണ്. എന്നിട്ട് അതിന് എടുത്തേക്കുന്ന വകുപ്പ് റാഗിങ്ങിൻ്റെ വകുപ്പുണ്ട് അതിനകത്തിട്ടേക്കുന്നത്. ആത്മഹത്യാ പ്രേരണ കുറ്റം, അതെടുക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചെന്ന്
ഇവനെ ചവിട്ടി കൂട്ടിയതില്ലേ, ഇന്റേണൽ ഓർഗൻസിന് ഇഞ്ചുറി ഇല്ലേ, 326 എന്ന് പറയുന്ന ഓഫൻസ് വരുമല്ലോ, ഗുരുതരമായ പരിക്കേൽപ്പിക്കൽ. അത് ആയുധമുണ്ടെങ്കിൽ വയറൊക്കെ ഇലക്ട്രിക് വയർ വെച്ചൊക്കെ മുറിവേപ്പിച്ചിട്ടുണ്ട്, കഴുത്തിനൊക്കെ മുറുക്കി, പിന്നെ ചെരുപ്പും ഇട്ടൊക്കെ ചവിട്ടിയിട്ടുണ്ട്. അല്ലാതെ കാല് കൊണ്ട് തന്നെ ചവിട്ടി കാലിൻ്റെ അടയാളം കിടക്കുകയാണ്. 325 വരും, 326 വരും, അതേപോലെ തന്നെ 307 കൊലപാതക ശ്രമം അഥവാ ഇത് വന്നില്ലെങ്കിൽ അത് ഉറപ്പല്ലേ. കാരണം ഇന്റേണൽ ഓർഗൻസിന് ഇഞ്ചുറി പറ്റിയാൽ നോർമലി ഒരാൾ ജീവിച്ചിരിക്കത്തില്ല, അത് മരണകാരണമാകും ആ മുറിവ്. അതിന് കൂടാതെ കഴുത്ത് കെട്ടിത്തൂക്കി. ഇത് കെട്ടിത്തൂക്കിയവന്മാരെയൊക്കെ ഇത് ഒന്നും വെറുതെ വിടാൻ പാടില്ല. ഇത് യഥാർത്ഥത്തിൽ ഈ ഈ കുഞ്ഞിനെ മൃതപ്രായനായിട്ട് ആക്കിയതിന് ശേഷം കെട്ടിത്തൂക്കിയതാണ്. അതിന് ഡയറക്റ്റ് എവിഡൻസ് ഒന്നും കിട്ടത്തില്ല, അതിന് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് മതി, സാഹചര്യ തെളിവ് മതി. യവന്മാർ പറയണം, അവന്മാരുടെ മാത്രം നോളജിലുള്ള ഒരു കാര്യമാണ് ഇവൻ എങ്ങനെ മരിച്ചെന്ന്. ഇവൻ ആത്മഹത്യ ചെയ്യാനായിരുന്നെങ്കിൽ തന്നെത്താൻ അവന് രക്ഷപ്പെടായിരുന്നല്ലോ അവിടുന്ന്. അതിനുള്ള ഒരു കഴിവ് അവനില്ല. 3 ദിവസം അവനെ മൃതപ്രായനായിട്ട് കിടന്നു. കാരണം അതുപോലെ ആഹാരം കഴിക്കുന്നില്ല, വെള്ളം കിട്ടുന്നില്ല, ഒന്നുമില്ല. യവന്മാർ കാണുന്നിടത്തല്ല, ഒരു കുന്നിൻ്റെയൊക്കെ മുകളിൽ കൊണ്ടുപോയിട്ട് വെച്ച് ചവിട്ടിയതാണ്, തിരിച്ച് വീണ്ടും കൊണ്ടുവരുന്നു. ഇവനെ കൊണ്ടുവരുന്ന വിചാരണ നടത്തുകയാണ്. കാരണം ഇവർ വേറെ കേസ് കണ്ടിട്ടുണ്ട്, അതാണ് പ്രശ്നം. ഇവർക്കറിയാം ഇതുപോലെ പരസ്യ വിചാരണ നടത്തി ആളുകളെ കൊല്ലാം എന്നുള്ള ഒരു ധാരണ ഇവർക്കുള്ളത് കൊണ്ടാണ് ഈ ചെയ്തേക്കുന്നത്. അത് ഏത് കൊലപാതകമൊന്നും ഞാൻ പറയുന്നില്ല, നമ്മൾ കണ്ടിട്ടുള്ളതാണ്, കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഒന്ന് മനസ്സിലാക്കണം. ജനങ്ങളും തിരിച്ചറിയണം, പോലീസ് ഉദ്യോഗസ്ഥന്മാരും തിരിച്ചറിയണം. അതായത് ഗവൺമെൻറ് ഇതൊന്ന് മനസ്സിലാക്കണം ആദ്യം. ഈ രീതിയിലുള്ള കൊലപാതകങ്ങൾ നടക്കരുത് എന്ന്. ഇത് വെറും ആത്മഹത്യാ പ്രേരണയൊന്നുമല്ല, അതിനപ്പുറത്തോട്ട് കൊലപാതക ശ്രമവും കൊലപാതകവും ഇതിനകത്തുണ്ട്. അതിൻ്റെ കൾപ്രിറ്റ്സിനെ അതിൻ്റെ കുറ്റക്കാരാരാണെന്ന് കണ്ടാൽ അവരെ പിടിച്ച് കർശനമായ ശിക്ഷയ്ക്ക് വിധേയനാക്കണം. മാത്രമല്ല, യുവന്മാരെ ഒളിച്ചു നടന്ന് സാക്ഷികളെ ഭീഷണിപ്പെടുത്തിയല്ലോ, ഇതറിയാവുന്ന. എന്നിട്ട് ചില കുഞ്ഞുങ്ങൾ ഈ അച്ഛനെയും അമ്മയൊക്കെ സമീപിച്ചിട്ട് അവരുടെ അടുത്ത് വന്ന് സത്യം പറഞ്ഞു, ഞങ്ങൾക്ക് ഇത് പുറത്ത് പറയാൻ ഒരു മാർഗ്ഗമില്ല, നിങ്ങളിത് വിട്ടുകളയരുത്, നടപടിയെടുക്കണം. അപ്പോൾ അവർ പാവപ്പെട്ടവരാണ്, അവരെന്ത് ചെയ്യും? പാവങ്ങളാണ്, അവർക്കെന്ത് ചെയ്യും? അവർക്ക് യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള പിടിപാടൊന്നുമില്ല, അവർക്ക് സാമ്പത്തിക ശേഷി വലുതായിട്ടില്ല. അപ്പോൾ പിന്നെ അവർ പറയുന്നത് ആര് കേൾക്കും? അവരുടെ ഈ വിലാപങ്ങളെന്നൊക്കെ പറയുന്നത് ബധിരകർണങ്ങളിൽ വീഴുക എന്നുള്ളതല്ലാതെ, വൈൽഡ് ക്രൈസായിട്ട് വനരോധമനങ്ങളായിട്ട് മാറുന്നതല്ലാതെ ഒന്നും സംഭവിക്കത്തില്ലല്ലോ. പക്ഷേ അങ്ങനെ ആകരുത്. ഇത് നമ്മുടെയൊക്കെ ഒന്ന് കണ്ണ് തുറപ്പിക്കണം, അധികാരികളുടെ കണ്ണ് തുറക്കണം. ഈ സംഭവം ഇതുപോലെ കുട്ടികൾ അതപ്പതിച്ചു പോകരുത്. ഇതൊക്കെ ചെറുപ്പക്കാർ യവന്മാർക്ക് പഠിക്കുന്നവരാണ്, ഈ വെറ്റിനറി കോഴ്സിന് പഠിക്കുന്നവരല്ലേ, അവർക്കറിയാൻ വയ്യാത്തതല്ലല്ലോ. ഇതുപോലൊരു മനുഷ്യ ശരീരത്തിൽ ഇതുപോലെ ആഘാതങ്ങൾ ഏൽപ്പിച്ചാൽ സംഭവിക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ വയ്യാത്തവരൊന്നും അല്ല അവരറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്. അതിന് അത്രത്തോളം വലിയ നടപടി ഇവരുടെ പേരിൽ എടുക്കണം. നടപടി എന്ന് പറഞ്ഞാൽ ഇത് കൊലപാതകമാണ്, അത് ആ രീതിയിലുള്ള തെളിവെടുക്കണം. ഒരു കാരണവശാലും ഇതൊന്നും ആത്മഹത്യയല്ല, ആത്മഹത്യ എന്നുള്ള രീതിയിൽ ഇത് എഴുതിത്തള്ളരുത്, ആത്മഹത്യയാകരുത്. ഇത് ആത്മഹത്യാ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന ഒരു ഒഫൻസ് 306 മാത്രമല്ല, ഇവിടെ 320, അതായത് 323 വരും, 325 വരും, 326 വരും, അതേപോലെ തന്നെ 307 കൊലപാതക ശ്രമം, 302 കൊലപാതകം, ഇത്രയും വകുപ്പുകൾ ഇതിൽ വരും. അതും കൂടാതെ റാഗിങ്ങിനെതിരെ ആൻറ്റി റാഗിങ്, ആ റാഗിങ്ങിൻ്റെ ആ സെക്ഷനും അതും വരും. ഈ ഒഫൻസുകളെല്ലാം കൂട്ടിച്ചേർത്തിട്ട് ഇവനെ ഒന്നും പുറത്തിറങ്ങാൻ അനുവദിക്കരുത്. അതിനുള്ള യോഗ്യതയുള്ളവന്മാരല്ല ഇവർ, ഇത് മനസ്സിലാക്കാൻ കഴിവില്ലാത്തവരല്ല. അവർക്ക് ഇപ്പോൾ നിരക്ഷരായിരുന്നെങ്കിൽ നമുക്ക് പറയാം ഇവർക്ക് ഇതിൻ്റെ അനന്തരഫലങ്ങളെക്കുറിച്ച് അറിഞ്ഞുകൂടാരെന്ന് പറയാം. ഇതങ്ങനല്ല. ഇതുപോലുള്ള ഒരു കോഴ്സിന് പഠിക്കുന്നവന്മാരാണ്, സീനിയേഴ്സാണ്, 3ാം വർഷമോ ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് അവന്മാർ നോക്കുമ്പോൾ ഈ താഴെയുള്ള ഏതവനെ എടുത്തിട്ട് ഇടിക്കാം, ഈ ഉപദ്രവിക്കാം, ചവിട്ടിത്തേക്കാം, ചവിട്ടിക്കൂട്ടി അവൻ്റെ ഇന്റേണൽ ഓർഗൻസിന് എല്ലാം മുറിവ് പറ്റിയല്ലേ. ആലോചിച്ച് നോക്കിയുള്ളൂ. ഇത് നമ്മൾ നോക്കേണ്ടത് ഇതറിയാൻ വയ്യാതെ ചെയ്തേക്കുന്നതല്ല, ഇത് ഇവനെ എക്സ്റ്റർമിനേറ്റ് ചെയ്യാൻ, ഇവനെ തുടച്ചു നീക്കാൻ വേണ്ടി ചെയ്തേക്കുന്നതാണ്. അത്രത്തോളം അസൂയ മാത്രം ഇതിൻ്റെ കാരണമായിട്ടുള്ളതാണ്. അല്ലാതെ ഈ കുട്ടി വേറെ ഒന്നും ചെയ്തതല്ല. ഇവൻ ആരെയും ഉപദ്രവിക്കാൻ പോയതാ, വീട്ടിൽ പോയവനെ വിളിച്ചു വരുത്തി കൊന്നതാണ്. അപ്പോൾ അതിന് വേണ്ട നടപടി ഗവൺമെൻറ് എടുക്കണം. ഇതേപോലെ പോലീസ് ഉദ്യോഗസ്ഥർ SFIക്കാരാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവന്മാർക്ക് എന്ത് സൗജന്യം ചെയ്തു കൊടുക്കാനായിട്ട് പോലീസ് ഉദ്യോഗസ്ഥർ പോകരുത്. മോനെ മക്കളെ എന്ന് വിളിച്ചൊരുത്തനെ കൊണ്ടുവന്ന് നമ്മൾ കണ്ടതാണല്ലോ, തടവി അവനെ സ്നേഹിച്ചോ അങ്ങനെ ചെയ്യരുത്, നീ അങ്ങ് പോ എന്ന് പറഞ്ഞ് കൊണ്ടുവന്നതല്ലേ.
ഇതൊക്കെയാണ് നടക്കുന്നത് ഇവിടെ നാട്ടിൽ. ഇപ്പം SFIക്കാരാന്ന് വിചാരിച്ചാൽ എന്ത് ചെയ്യാമോ? അത് ആലോചിക്കണം. ഒന്നാമത് കലാലയങ്ങളിൽ ഇതൊരിക്കലും ഇതുപോലെ രാഷ്ട്രീയ പ്രവർത്തനം പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല, നടത്താനും പാടില്ല. ഇത് ഈ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്, ഈ കൊലപാതകങ്ങളിലേക്ക് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു അറുതി ഉണ്ടാകണം. അതിനൊരു അറുതി ഉണ്ടാകണം.